രവിത്തേട്ടാ, കേരളത്തെ ഞെട്ടിച്ച പെരുമ്പാവൂർ ജിഷ കൊലപാതകം. അതിനുശേഷം ഒരുപാട് ട്രോളുകളിലൂടെ കളിയാക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ജിഷയുടെ അമ്മ രാജേശ്വരി. രാജേശ്വരി അമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ ട്രോളുകൾ വീണ്ടും ഓരോ പേജുകളിൽ ഉയർന്നു വരുന്നുണ്ട്. വീണ്ടും റീപോസ്റ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ, ബ്യൂട്ടീഷ്യൻ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ട്രോളൊക്കെ. അപ്പോൾ ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു അമ്മയാണവർ, അല്ലേ? ഉറപ്പായും ഒരുപാട് സോഷ്യൽ മീഡിയ ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു വനിത തന്നെയാണ് ജിഷയുടെ അമ്മ രാജേശ്വരി എന്ന് പറയുന്നത്. നോക്കൂ മേഘ, എനിക്ക് തോന്നുന്നത് അവസാനം നമ്മളിരിക്കുന്ന ഇതേ ഫ്ലോറിൽ ഒരു പക്ഷേ മേഘ ഇരിക്കുന്ന കസേരയിലോ ഞാനിരിക്കുന്ന കസേരയിലോ അവർ വന്നിരുന്നപ്പോഴാണ് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് രാജേശ്വരി അമ്മയെ ഞാൻ അവസാനമായി കാണുന്നത്. രാജേശ്വരി അമ്മയെ തേടി ഞാൻ കുറേ നടന്നു. അന്ന് രാജേശ്വരി അമ്മ എവിടെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. അവസാനം നമ്മുടെ ടീം എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ഇട്ടാപ്പൊട്ടി എന്ന് പറയുന്ന കളിപ്പാട്ടം വിറ്റ് നടക്കുന്ന രാജേശ്വരി അമ്മയെ കണ്ടെത്തി ഞാൻ വാഹനം വിട്ടുകൊടുത്ത് ഫ്ലോറിലേക്ക് കൊണ്ടുവരികയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമായിരുന്നു. പക്ഷേ അതുവരെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ രാജേശ്വരി അമ്മയോടുള്ള ഒരു വെറുപ്പുണ്ടായിരുന്നു. ആ വെറുപ്പ് എനിക്കവിടെ അവസാനിച്ച ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. നോക്കൂ, ജിഷ കൊലപാതകം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 10 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കാൻ കാരണമായ കാരണങ്ങളിൽ ഒന്നാണ് ഈ ജിഷ കൊലപാതകം. ഈ ജിഷ കൊലപാതകം സ്ത്രീ സുരക്ഷയില്ല കേരളത്തിൽ എന്നൊരു ചിത്രം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ച ഒന്നായിരുന്നു ജിഷ കൊലപാതകം. ഒരു അധികാര മാറ്റത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിച്ചതിനു ശേഷം പെട്ടെന്ന് ഒരു പ്രതിയെ കണ്ടെത്തുകയും പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. പിണറായി സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് മികച്ചതാണ് എന്ന തരത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ട ഒന്നായിരുന്നു ഈ ജിഷ കൊലപാതകത്തിലെ പ്രതിയായ അമീറുൽ ഇസ്ലാമിൻ്റെ അറസ്റ്റ്. എന്നാൽ ഈ അമീറുൽ ഇസ്ലാമിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. കേസ് അദ്ദേഹത്തിൻ്റെ വധശിക്ഷ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ സംസാരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും അബാക് മീഡിയ തുടങ്ങി കുറച്ച് കാലങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് അമ്പിളി ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ആക്ടിവിസ്റ്റിനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തു. അമ്പിളി ഓമനക്കുട്ടൻ സത്യത്തിൽ ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക, പുതിയൊരു പ്രൊഡ്യൂസർ വന്നപ്പോൾ പുതിയൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിൽ സെൻസേഷണലായ ജിഷ കൊലപാതകം ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് കുറേ ബൈറ്റുകൾ എടുക്കാൻ പോയപ്പോഴാണ് ഇതിൻ്റെ ഒരു ബൈറ്റിലോ ഒരു എപ്പിസോഡിലോ തീരുന്നൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എൻ്റെ 15ഓളം എപ്പിസോഡുകളായിട്ടാണ് ആ പ്രോഗ്രാം നമ്മൾ ടെലികാസ്റ്റ് ചെയ്തത്. അതിൽ അമ്പിളി ഓമനക്കുട്ടൻ്റെ ഇൻ്റർവ്യൂ ആണ് ഏറ്റവും ശ്രദ്ധേയം. ജിഷയുടെ മരണത്തിന് നീതി ലഭിക്കണം, പ്രതിയെ അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ഒരു ആക്ഷൻ കൗൺസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിക്ക് തൂക്കുകയർ കൊടുക്കരുത് എന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതിന് അവർക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട്. യഥാർത്ഥ പ്രതി അമീറുൽ ഇസ്ലാം അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം നമുക്കിടയിലുണ്ട്. പക്ഷേ ജിഷയുടെ അമ്മയുടെ അവസാനം കാണുമ്പോഴും ആഗ്രഹം അമീറുൽ ഇസ്ലാമിനെ തൂക്കിലേറ്റുന്നത് കാണണം എന്നുള്ളതായിരുന്നു. എൻ്റെ മകളെ പിച്ച് ചീന്തിയ അവളുടെ രഹസ്യഭാഗങ്ങളിലേക്കൊക്കെ എന്തൊക്കെയോ ഒരു ബ്രൂട്ടലായിട്ടുള്ളൊരു കൊലപാതകം. പക്ഷെ അവിടെ കുറേ ചോദ്യങ്ങൾ ബാക്കിയാണ്. അന്ന് രാജേശ്വരി അമ്മ എന്നോട് പറഞ്ഞത് ഒരു പെൻ ക്യാമറ ഉണ്ടായിരുന്നു ജിഷയുടെ കയ്യിൽ. എന്തിനാണ് ആ പെൻ ക്യാമറ കൊണ്ടു നടന്നത് എന്ന ചോദ്യം പലപ്പോഴും പൊതുസമൂഹം ചോദിച്ചിട്ടുണ്ടെങ്കിലും ജിഷയുടെ അമ്മ പറയുന്നത് ഒരു പെൺകുട്ടി എന്ന നിലയിൽ പലപ്പോഴും ഞാൻ ലോട്ടറി വിൽക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ പോകും, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കരുതിയിരുന്നതാണ്. ആ പെൻ ക്യാമറയിലെ വിഷ്വൽസ് എവിടെ, പെൻ ക്യാമറ എവിടെ എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. അമീറുൽ ഇസ്ലാമിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് തെളിവുകൾ കേരള പോലീസ് സമർപ്പിച്ചെങ്കിലും ഇതിൽ പലതും തമ്മിൽ കണക്റ്റ് ആകുന്നില്ല എന്ന് നമ്മളോട് സംസാരിച്ച നിയമവിദഗ്ധരും റിട്ടയർഡ് പോലീസുകാരും ആക്ഷൻ കൗൺസിലിൻ്റെ ആളുകളും ഒക്കെ പറഞ്ഞത് ഇപ്പോഴും അബാക് മീഡിയയുടെ ഫീൽഡിലുണ്ട്. ആ ഇൻ്റർവ്യൂകൾ ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് പല കോണുകളിൽ നിന്ന് വന്ന ഫോൺ കോളുകളുണ്ട്. പക്ഷെ ജിഷയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരിയായ വീട്ടമ്മയാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഒരു തത്രപ്പാടിൽ വല്ലാതെ നടക്കുന്ന ഒരു അമ്മയായിരുന്നു. ഒരു കനാലിൻ്റെ കരയിൽ പൊളിഞ്ഞൊരു വീട്ടിൽ ഒരു 2 പെൺമക്കളായിരുന്നു. അതിലൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചു. ഈ ജിഷയുമായി, നിയമവിദ്യാർത്ഥിനിയായ ജിഷയുമായി കഴിഞ്ഞിരുന്ന ഒരമ്മ. പെട്ടെന്നാണ് ആ പെൺകുട്ടി മരണപ്പെടുന്നു, ബ്രൂട്ടലി കൊല്ലപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആ നാട്ടിൽ പോകുമ്പോൾ ഇപ്പോഴും ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഈ ജിഷയുടെ വീട് പോലെ ജിഷയ്ക്ക് പുതിയ വീട് കിട്ടി. ജിഷയ്ക്കല്ല, ജിഷയുടെ അമ്മയ്ക്കും സഹോദരിക്കും വേറെ വീട് കിട്ടി. ഒരുപാട് പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നു. പക്ഷെ ഇപ്പോഴും ആ കനാൽക്കരയിൽ അതേ അവസ്ഥയിലുള്ള വീടുകൾ എത്ര എണ്ണം ഉണ്ടെന്നറിയുമോ? ആ വീടുകളിലൊക്കെ പെൺകുട്ടികളില്ലേ? അവരൊക്കെ എന്ത് സുരക്ഷയിലാണ് കഴിയുന്നത്?
ഒരാൾ മരണപ്പെടുമ്പോൾ, കൊലപാതകം നടക്കുമ്പോൾ മാത്രമാണോ സഹായഹസ്തവുമായി സമൂഹം ഓടിയെത്തേണ്ടത്? ഒരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. അമീറുൽ ഇസ്ലാമിന് ജിഷയോട് പ്രതികാരമുണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് കുളക്കടവിൽ ഒളിഞ്ഞു നോക്കി അമീറുൽ ഇസ്ലാമിനെ ജിഷയും ജിഷയുടെ അമ്മയും ചേർന്ന് മർദ്ദിക്കുകയോ തെറി വിളിക്കുകയോ ചെയ്തു എന്നൊക്കെ ഒരു ഭാഷയുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് രാജേശ്വരി അമ്മ ഇതേ ഫ്ലോറിലിരുന്ന് പറയുന്നുണ്ട്. ഇനി ആ കുളക്കടവിൽ ഞങ്ങൾ പോയി നോക്കി, അവിടെ ഒളിഞ്ഞു നോക്കാനുള്ള സാഹചര്യമൊന്നുമില്ല, നേരെ പോയി നോക്കാനുള്ള സാഹചര്യം മാത്രമേ ഉള്ളൂ. അമീറുൽ ഇസ്ലാമിനെ അറിയില്ല ഇവർക്ക് ആരാണെന്ന്, പോലീസ് അറസ്റ്റ് ചെയ്തത് വരെ. ഇതിൻ്റെ പിന്നിൽ എന്താണ് രഹസ്യമുള്ളത് എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷെ ആ മകളുടെ നീതിക്ക് വേണ്ടിയൊക്കെ പോകുന്ന യാത്രയിൽ പെട്ടെന്ന് വന്നു ചേർന്ന കുറേ പണം, ആ പണം കൈക്കലാക്കാൻ ഒരു കൂട്ടം ആളുകൾ ഇവർക്കൊപ്പം ചേർന്നു. അതിന്റെ ബാക്കി പത്രമായിരുന്നു ആ ബ്രൂട്ടീഷ്യൻ റീലും. അതെ, ഇപ്പൊ ഈ ജിഷയുടെ അമ്മ ഒരു ലക്ഷക്കണക്കിന് പണം പറ്റി, എന്നിട്ടും ഈ പറഞ്ഞതുപോലെ ഇട്ടാപ്പൊട്ടി വിറ്റ് നടക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ കഷ്ടതയിലാണ് ജീവിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ പണമൊക്കെ ഇവർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. പണം അങ്ങനെ അവർക്ക് ഒറ്റയ്ക്ക് പോയി എടുത്ത് ചിലവാക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായ അധികാരവർഗത്തിന്റെ സൈനോട് കൂടി മാത്രമേ അത് കിട്ടുള്ളൂ. അതെ, കളക്ടറുടെയും അമ്മയുടെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ടിലാണ് പണം വന്നിരുന്നത്. അവസാനം ഇവരെ എന്തോ സീരിയൽ പിടിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോ സമീപിക്കുകയും കുറെ പൈസ അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മൂത്ത മകളുമായി ബന്ധപ്പെട്ട് മൂത്ത മകളുടെ കയ്യിലാണ് വീടും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പക്ഷേ ഇവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. അവർക്ക് കിട്ടിയ പണം അവർ കുറച്ച് സമയം അവർ ഓവറായി പെരുമാറിയിരുന്നു. സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് നമ്മൾ ചെറുതിലെ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ചാനലുകൾ അവരെ വല്ലാതെ ഉപയോഗിച്ചു റീച്ചിന് വേണ്ടി. അതാണ് സത്യം. അവർ പാവം വീട്ടമ്മയാണ്, എട്ടും മുട്ടും ഒന്നും അറിയാത്തൊരു പാവം വീട്ടമ്മയാണ്. കണ്ടന്റിന് വേണ്ടി ഇവരെ കൊണ്ട് പലതും പറയിപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് എൻ്റെ യഥാർത്ഥ വസ്തുത, യഥാർത്ഥ സത്യം. പല ചാനലുകൾ ഈ അമ്മ ഇവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ മകളെ എന്തിനാണ് കത്തിച്ചു കളഞ്ഞത്? അതായത് ഒരു റീപോസ്റ്റ്മോർട്ടത്തിന് സ്കോപ്പ് വെക്കാതെ ആ മൃതശരീരം എന്തിന് ദഹിപ്പിച്ചു കളഞ്ഞു? ആ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഞാൻ അലയടിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ അലയടിക്കുന്നു. ഞാൻ ഇന്നലെ ഈ അമ്മ മരിച്ചു എന്നുള്ള ന്യൂസ് കാർഡ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആ അമ്മയുടെ ആ എൻ്റെ മകളെ എന്തിനാണ് കത്തിച്ചു കളഞ്ഞത്? ആ ബാക്ക് മീഡിയയിൽ ഇപ്പോഴും ആ ഇൻ്റർവ്യൂ കിടപ്പുണ്ട്. സ്വാഭാവികമായും താങ്കൾ പറഞ്ഞതുപോലെ, മേഘ പറഞ്ഞതുപോലെ, സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ഒരു കുടുംബത്തിലേക്ക് പെട്ടെന്ന് കുറേ പണം വരുമ്പോൾ അതിനെ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുമ്പോൾ അതിനെയൊക്കെ വിറ്റ് കണ്ടൻ്റാക്കാനുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ ഒരു വലിയ ആവേശം, ഇതൊക്കെയാണ് ആ സ്ത്രീയെ ഒരു കോമാളിയായി ചിത്രീകരിച്ചതും ഇപ്പോൾ ഈ ട്രോളുകൾ ഉണ്ടാകാനുള്ള കാരണം. ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവില്ലേ അമ്മ? വെറുതെ അങ്ങ് മരിച്ചതാണോ? ബ്രൂട്ടലി കൊന്നു കളിയതല്ലേ? സ്വാഭാവികമായിട്ട് ഇനിയെങ്കിലും അവരെ വെറുതെ വിടാം എന്നുള്ളതാണ്. നമ്മളുടെ ഈ ചർച്ച പോലും സത്യത്തിൽ അനാവശ്യമാണ്. പക്ഷെ ആ അമ്മയെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നേരിട്ട് കണ്ട് ആ കണ്ണീർ ഈ ഫ്ലോറിൽ വീണിട്ടുണ്ട്. നമ്മളിരിക്കുന്ന ഈ ഫ്ലോറിൽ അമ്മയുടെ കണ്ണീർ വീണിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ അമ്മയ്ക്ക് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഒരു ചെറിയ പൈസ ചുരുട്ടി കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അമ്മ ആഹാരം കഴിക്കുന്നു പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണീരിൻ്റെ തിളക്കം ഞാൻ കണ്ടതാണ്. കാരണം അവർക്ക് ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എൻ്റെ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്കൊന്നും കടന്നു കയറാൻ ഞാൻ ആഗ്രഹിച്ചു. പിന്നെ ഇതിൽ മറ്റൊരു കാര്യവും കൂടെ ഉണ്ട്. ഈ പറഞ്ഞ പലരുടെയും സഹായം കൊണ്ട് ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടവളാണവർ എന്നുള്ളൊരു ഫാക്ടർ, സമൂഹത്തിന്റെ ഒരു ചിന്തയും കൂടെ അവിടെ ഇല്ലേ? ഉറപ്പായിട്ടുമുണ്ട്. സ്വാഭാവികമായും ഞങ്ങളുടെയൊക്കെ പണമാണ്, ഞങ്ങൾക്ക് മറുപടി പറയണം എന്നുള്ളൊരു സാധനം. അത് ഞങ്ങളുടെ ഔദാര്യത്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളത്. ഈ വയനാട് ടൗൺഷിപ്പ് കൊടുത്ത കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് തന്നെയല്ലേ? തീർച്ചയായും സർക്കാരിന്റെ നിലപാടല്ല. അവർക്ക് നാട്ടുകാർ എല്ലാവരും കൂടി പിരിച്ചു കൊടുത്തെങ്കിലും സർക്കാരിനോട് പറയണം എന്നൊരു സംവിധാനത്തിലേക്ക് അതൊന്നും മാറ്റാൻ പറ്റില്ല. നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു മെൻറ്റാലിറ്റി അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ അമ്മ മരണപ്പെട്ടു. അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ മേഘ. അതെ, ഇനിയും കുത്തി വലിച്ച് അത് വിട്ടുകളയുക. അവർ പോയി, അധ്യായം അടഞ്ഞു. അമീറുൽ ഇസ്ലാം അല്ലെങ്കിൽ മറ്റാര് എന്ന ചോദ്യത്തിന് ഇനി അർത്ഥവുമില്ല. അതിൻ്റെ പിന്നാലെ ഒന്നും പോകാൻ ആരുമില്ല. ആ ചെറുപ്പക്കാരൻ ചിലപ്പോൾ നിരപരാധി ആയിരുന്നിരിക്കാം. ആണെങ്കിൽ ആ കുടുംബത്തിനും വലിയ നഷ്ടമല്ലേ?